ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമുകളിൽ ഒന്നായ നമ്മുടെ ജെഇയുടെ ഫസ്റ്റ് പേപ്പർ ജെഇ മെയിൻസിന്റെ മൂന്നാമത്തെ ദിവസമാണ്. എക്സാമിന്റെ മൂന്നാമത്തെ ദിവസമാണെന്ന്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് കുട്ടികൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ എക്സാമിന്റെ കാര്യങ്ങളും എത്രത്തോളം എക്സാം ഈസി ആയിരുന്നോ ടഫ് ആയിരുന്നോ അവർ പഠിച്ച കാര്യങ്ങളൊക്കെ വന്നു എന്നുള്ള കാര്യങ്ങൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എക്സാം മോഡറേറ്റ് ആയിരുന്നു. ബ്രില്യന്റ് സിമിലർ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെയൊക്കെ കണ്ടായിരുന്നു. മോഡൽസ് നിന്ന് പ്രാക്ടീസ് ചെയ്തതായിരുന്നപ്പോൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ NCERT അല്ലെങ്കിൽ മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്തതിനകത്തൊന്നും സിമിലർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. NCERT ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? യെസ്, NCERT കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഡയറക്റ്റ് ആയിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ ഏതായിരുന്നു കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത്? ഏറ്റവും കൂടുതൽ ഫിസിക്സ് ആയിരുന്നു എളുപ്പം. ബിക്കോസ് അതിനകത്ത് നിന്ന് എല്ലാം ഡയറക്റ്റ് ആവുന്നത് PYQs എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വന്നായിരുന്നു. കെമിസ്ട്രി എളുപ്പമായിരുന്നു, ബട്ട് കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചായിരുന്നു. മാത്സ് എളുപ്പമായിരുന്നു, കുറെ NCERT ബേസ്ഡ് ഫോർമുല ബേസ്ഡ് ഉണ്ടായിരുന്നു. ബട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ലെങ്തി ആയിരുന്നു, അതുകൊണ്ട് മോഡറേറ്റ് ആയിരുന്നു. ടൈം മാനേജ്മെന്റ് എങ്ങനെയായിരുന്നു? ടൈം ആദ്യം നമ്മൾ ഫിസിക്സ് ചെയ്യുവാണെങ്കിലായിരിക്കും അത് എളുപ്പം, പിന്നെ കെമിസ്ട്രി. ബിക്കോസ് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റ് ആണെങ്കിലും അതിന് ഫോർമുല ഉപയോഗിച്ചാലും ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്. ആകെ 6 or 7 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി ടൈം ടേക്കിംഗ്. ഓവറോൾ പറയുമായിരുന്നെങ്കിൽ എക്സാം എളുപ്പമാണോ? ഭയങ്കര ഈസി ആയിട്ടുള്ള, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു വന്നത്. ഓക്കെ, പേപ്പറിന് ചില ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബ്രില്യന്റിന്റെ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയിട്ട് പോയിട്ട് സെമി കണ്ടക്ടർ ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അവോയ്ഡ് ചെയ്യാതെ പഠിക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ പഠിച്ചാലും നമുക്ക് നല്ല സ്കോർ കിട്ടും. ഓക്കെ, ഇവിടെ വന്നപ്പോ എക്സാമിന് ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സിമ്പിൾ ആയിട്ട് സ്മൂത്ത് ആയിട്ട് പോയോ അതോ ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു? നിങ്ങൾക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഇപ്പം നിങ്ങളെ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ഞങ്ങൾ ബ്രില്യന്റിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടാക്കി, അതിന്റെ തരത്തിലുള്ള ഒരു ടെൻഷനും ഇല്ലായിരുന്നു. ഇനി എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാമിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് നടന്നു. എക്സാം അത്യാവശ്യം ഈസി ആയിരുന്നു, അത്യാവശ്യം ഈസി ആയിരുന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.